PSC വിറ്റ്സോണിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് സ്പോർട്സ് അവാർഡുകളാണ്. അതിൽ തന്നെ ദേശീയ സ്പോർട്സ് അവാർഡുകൾ നോക്കാം. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം 2024 4 പേർക്കാണ് ലഭിച്ചത്. ഡി ഗുഗേഷ് ചെസ്, ഹർമൻ പ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാര അത്ലറ്റിക്സ്, മനു ഭാക്കർ ഷൂട്ടിംഗ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാര സമ്മാനത്തുക 25 ലക്ഷം. ഇന്ത്യയുടെ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം എന്നറിയപ്പെടുന്നു. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യം നേടിയത് വിശ്വനാഥൻ ആനന്ദ്. ആദ്യം നേടിയ മലയാളി KM ബീനാമോൾ. അടുത്ത പുരസ്കാരം മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി 2024 ലഭിച്ചത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിക്കാണ്. സമ്മാനത്തുക 15 ലക്ഷം രൂപ. അടുത്തത് ദ്രോണാചാര്യ അവാർഡ് 2024 32 പേർക്കാണ് മൊത്തം ലഭിച്ചത്. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം ലഭിച്ച മലയാളി S മുരളീധരൻ, ബാഡ്മിൻ്റൺ. അടുത്ത പുരസ്കാരം രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ 2024 ജേതാവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. അടുത്ത ഇന്ത്യയുടെ 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ്. 2025 ജനുവരി 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വേദി രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഡെറാഡൂൺ. ഭാഗ്യചിഹ്നം മൗലി. ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മോണൽ പക്ഷി. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഭാഗ്യചിഹ്നമാണ് മൗലി. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ജേതാവ് സർവീസസ്. 67 സ്വർണം, 26 വെള്ളി, 27 വെങ്കലം ഉൾപ്പെടെ 120 മെഡലുകളാണ് സർവീസസ് സ്വന്തമാക്കിയത്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര. 54 സ്വർണം, 71 വെള്ളി, 76 വെങ്കലം, ആകെ 201 മെഡലുകൾ ലഭിച്ചു. കേരളത്തിന് ലഭിച്ച മെഡലുകൾ 13 സ്വർണം ഉൾപ്പെടെ 54 മെഡലുകൾ. കേരളത്തിൻ്റെ സ്ഥാനം 14. നീന്തലിൽ സാജൻ പ്രകാശിന് 4 മെഡലുകളാണ് നേടിയത്. നീന്തലിൽ ഹർഷിത ജയറാം ട്രിപ്പിൾ മെഡൽ നേടി. സുഫ്ന ജാസിം ഭാരോദ്വഹനത്തിൽ ഗോൾഡ് നേടി. മുഹമ്മദ് ജസീൽ വുഷുവിൽ ഗോൾഡ് നേടി. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാവുന്നത് മേഘാലയ.